my channel, guys. Today, let's bake a cake, but without an oven. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ചീസ് കേക്ക് ആണ്. ഓക്കെ, സോ വാച്ച് മൈ വീഡിയോ ഫോർ ദ ഫുൾ ഡീറ്റെയിൽഡ് ഇൻഗ്രീഡിയൻസ് ആൻഡ് മേക്ക് ഇറ്റ്. കം. ഈസി ആയിട്ടുള്ള ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് ഇതുപോലെ ഒരു പാത്രം എടുക്കണം കേട്ടോ. അതിനകത്തോട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്സ് എടുക്കുക. അത് ഒരു ഫുൾ പാക്കറ്റ് ഉണ്ട് കേട്ടോ. അതിലോട്ട് നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഇത്ര എമൗണ്ടിനൊന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ കണക്ക് പറയാൻ അറിയില്ല. അതുകൊണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് മോയിസ്റ്റ് ആയിട്ട് വരുന്നിടം വരെ, അതായത് ഒത്തിരി അങ്ങ് ബട്ടറി അല്ല, പക്ഷെ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മളെല്ലാ ആ പൗഡറിൽ ഒന്ന് ടച്ച് ആവുന്ന പോലെ ആവശ്യത്തിനുള്ള ബട്ടറും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ഒഴിച്ച് ഒരു ഫോർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ടോ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ബേസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ട് നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു നമ്മുടെ ബിസ്ക്കറ്റും നമ്മുടെ ബട്ടറും തമ്മിലുള്ള മിക്സ് ഉണ്ടല്ലോ, അത് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഫോർക്ക് വെച്ചിട്ട് തന്നെ നമുക്കത് മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസ് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ആ ബേസ് ലെയർ ഉണ്ടല്ലോ നമ്മുടെ ബട്ടറിൻ്റെയും ആ ബിസ്ക്കറ്റിൻ്റെയും ആ ലെയർ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് നമ്മൾ നമ്മുടെ ഇനിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പം അതൊരു ലെയർ ഫോമിൽ ആവാൻ വേണ്ടിയിട്ട്. അപ്പം നന്നായിട്ട് അതൊന്ന് ലെയർ ചെയ്യാം. ഇത് പ്രസ് ചെയ്ത് എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കിനി ഈ ബൗള് അതേപോലെ നമ്മുടെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ അടുത്ത നമ്മുടെ മിക്സ്ചർ റെഡി ആവുന്നിടം വരെ ഇത് ഫ്രിഡ്ജിലിരിക്കട്ടെ. ഫ്രീസറിൽ വേണ്ട, താഴെ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഇത് സോസ് ഉണ്ടാക്കിയെടുക്കാം. സോസ് അല്ല, മേലിലൊഴിക്കാനുള്ള ആ മിക്സ്ചർ. അപ്പോൾ മാംഗോ എടുത്തു. മാംഗോയ്ക്കകത്തോട്ട് നമ്മൾ ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്, ബൽദനയുടെ. അതും ഒരു ഏകദേശം നിങ്ങളുടെ അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്തോളൂ. നമുക്കൊരു നല്ല തിക്ക് കൺസിസ്റ്റൻസി വേണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴേ, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വേണ്ടത് കുക്കിംഗ് ക്രീമാണ്. അതൊരു ഇച്ചിരി ഒരു ലൂസ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കാരണം എല്ലാം കൂടെ മിക്സ് ആകുമ്പോഴത്തേക്കും ഒത്തിരി ടൈറ്റ് ആവേണ്ട. ഒരു റണ്ണി കൺസിസ്റ്റൻസി, റണ്ണി അല്ല, ഒരു തിക്ക്, പക്ഷേ ഒരു നോട്ട് ടു തിക്ക്, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിത് കാണാം. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. എനിക്കിവിടെ ഒരു അസിസ്റ്റന്റ് ഷെഫിനെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ആളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. Okay, mix. And let's go into it. Okay, chef. Okay, chef. Okay? Okay? Okay, chef. Yeah, mama ശരിക്കും ചെയ്തു. മതി. Finish. Okay. ഇനി നമുക്ക് ആ മിക്സ്ചർ നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന നമ്മുടെ ആ ബിസ്ക്കറ്റ് ബട്ടർ മിക്സിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അന്നേരം അതൊന്ന് നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതാകുമ്പോഴത്തേക്കും എല്ലാം ഈവൻലി സ്പ്രെഡ് പോവും, എയർ ബബിൾസും കാര്യങ്ങളൊക്കെ പോവും, അതിന് വേണ്ടിയിട്ട്. അപ്പം അത് നമുക്ക് ഓൾമോസ്റ്റ് റെഡിയായി. ഇനി നമ്മൾ ഫ്രഷ്ലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാംഗോസ് ഉണ്ട്, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിൽ. ഞാൻ ഫുള്ളി ആഡ് ചെയ്യുന്നില്ല, ഒരു സൈഡിലോട്ടായിട്ട് നമുക്ക് അതും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചീസ് കേക്ക് റെഡിയായി ഗൈസ്. നിങ്ങളിത് വീട്ടിൽ എന്താണേലും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രിപ്പറേഷൻസ് ആണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തു വരാം. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു ഗസ്റ്റൊക്കെ വരുവാന്നൊക്കെ നിങ്ങളെ വിളിച്ച് പറയുവാണെങ്കിൽ ഒരു മാംഗോയും കുറച്ച് ബിസ്ക്കറ്റ്സും കുറച്ച് ബട്ടറും
ക്രീമും ഒക്കെ ഉണ്ടെങ്കിൽ പടപടേന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറയണം. എല്ലാവർക്കും ഈ സ്മോൾ ബേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം കൂടെ, ഇന്ന് നമ്മുടെ ജിഷ ചേച്ചിയുടെ ദിലീപേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഈ മാംഗോ ചീസ് കേക്ക് ചേട്ടന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ ദിലീപേട്ടാ.